നമസ്കാരം. എൻ്റെ പേര് സുജൻ എന്നാണ്. എൻ്റെ കമ്പനിയുടെ പേര് ഐക്യാൻ റിസർച്ച് സെൻറ്റർ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു. പുതിയ പാറ്റൻറ്റ് ടെക്നോളജിയാണ് ഞങ്ങൾ ചെയ്യണത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റിൻ്റെ ഞാൻ പരിചയപ്പെടുത്താണ്. അതെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഡിസ്പോസറാണ്. ഇപ്പോൾ നിലവിലുള്ള ഫുഡ് വേസ്റ്റ് ഡിസ്പോസറിലൊക്കെ നമുക്ക് ഒരുപാട് വർക്കുകൾ വരും. കൊണ്ടുവന്ന് ഇടുക, മിക്സ് ചെയ്യുക, അതേപോലെ പലതും ഇടാൻ പറ്റില്ല. ഇതിപ്പോൾ ലൈഫിലിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ടൈമുള്ളൂ. എന്ന് വെച്ചാൽ ഇത്തിരി നേരം കൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള യൂണിറ്റുകൾ ഇവിടെ കുറവാണ്. മെഷീനറികളാണ് വരുന്നത്. അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് വരും. ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ്, എല്ലാതരം ഫുഡ് വേസ്റ്റും ഇതിലിടാൻ പറ്റും. അത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഒരു 1/2 മിനിറ്റ് സമയമാണ് നമുക്കതിന് വരിക. അപ്പോൾ അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോഴെങ്കിൽ ചോറ് വരും, കറികൾ വരും, പിന്നെ വരുന്നത് മുട്ടത്തോട്, കുട്ടികൾ കഴിക്കുന്നതിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റ്, എല്ല്, മുള്ള്, പിന്നെ നാരങ്ങയുടെ തോട്, അതുപോലെ ഉള്ളിത്തോട്, ചോറ്, കറികൾ, പച്ചക്കറി വേസ്റ്റ്, അതുപോലെ കുത്തി വീണ മാങ്ങ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിതിലിടാം. ഒന്നും മാറ്റി വയ്ക്കണ്ട. ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫൈബർ കലർന്ന സാധനങ്ങൾ, ഇപ്പോൾ എല്ല്, മുള്ള്, ഇതൊന്നും ഇടാൻ പറ്റില്ല. ഞങ്ങൾ മുൻപത് ചെയ്തോർന്നതാണ്. അപ്പോൾ ഭയങ്കര സർവീസ് വരുന്നു വീടുകളിലേക്ക്. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലാവില്ല മാറ്റാന്ന് പറയുമ്പോൾ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കുറച്ച് സമയമാണ് നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ കിട്ടുന്നത്. തിരക്ക് പിടിച്ച ലൈഫല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുവന്നിടാം. അതിൻ്റെ മുകളിൽ അതിൻ്റെ വെള്ളം ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു ഡ്രൈ മെറ്റീരിയൽ ഇടാം. അത്ര മാത്രമാണ്. 1/2 മിനിറ്റാണ് നമുക്ക് സമയം വേണ്ടു. അത് ഞാനിവിടെ ഡെമോ തന്നെ കാണിച്ചു തരാം. 1/2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ദിവസത്തെ എല്ലാ വേസ്റ്റും ഡിസ്പോസ് ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. ഞങ്ങളിത് പാറ്റൻറ്റിന് ഫയൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ ഈ ടെക്നോളജി തന്നെ. അപ്പോൾ അതിൽ ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടി ഒരു 1/2 മിനിറ്റ് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവണം. അപ്പോൾ നാട്ടിൽ തന്നെ എല്ലാവരും ഈ ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ റോട്ടിലും വഴികളിലൊക്കെ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ അറിയാലോ. പട്ടിയുടെ ശല്യം, മൃഗങ്ങളുടെ, അതേപോലെ പാമ്പ്, ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഈ നാട്ടിൽ കാണുന്നതിൻ്റെ ഒറ്റ കാരണം ഈ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ശാശ്വതമായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഞങ്ങളുടെ ബയോമാജിക് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇടാൻ പറ്റും? എന്തൊക്കെ ഫുഡ് വേസ്റ്റുകൾ നമുക്ക്? ഫുഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു വീട്ടിൽ വരുന്നത്, അടുക്കളയിൽ വരുന്നത് എന്തൊക്കെയാണ്? ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരണമെല്ലാം, ഇപ്പോൾ നോൺ കഴിക്കായാലും എല്ലും മുള്ളൊക്കെയും വരുമല്ലോ. അങ്ങനത്തെ ബാക്കി വെച്ചിട്ടുള്ള എല്ലാ ഫുഡും അങ്ങനെ തന്നെ ഇടാം, ഒന്നും മാറ്റി വയ്ക്കണ്ട. അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇപ്പോൾ മുറിച്ച് വരുന്ന ബാക്കി വരുന്നതെല്ലാം ഇടാം. ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഇടാം. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ചക്കയും മാങ്ങയാണ് മെയിനായിട്ട് ഉണ്ടാവുക. മാങ്ങണ്ടി ഉണ്ടാവും, അതേപോലെ പലതരം ഫ്രൂട്ട്സ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോയിടാം. സ്മെല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? സ്മെല്ല് എല്ലാ യൂണിറ്റിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്, സ്മെല്ല്. നമ്മുടെ യൂണിറ്റിൽ ഒരാഴ്ച പഴക്കമുള്ള ഫുഡ് വേസ്റ്റ് ഇട്ടാൽ വരെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അപ്പം ഒരാഴ്ച പഴക്കമുള്ള ഫുഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, അതിന് സ്മെല്ല് ഓൾറെഡി ഉണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു സ്മെല്ലും, ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പ്രത്യേകത. ഇൻക്യുബേറ്റർ ടെക്നോളജിയാണ് ഞങ്ങളതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ടീരിയ അതിൽ എപ്പോഴും ഇൻബിൽട്ടാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് നമ്മളതിന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇനോക്കുലം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇടേണ്ട കാര്യമില്ല. അത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ ഫുഡ് വേസ്റ്റിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് ഇടണം, പിന്നെ ഇളക്കണം. അങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അത് ആരോഗ്യം ഉണ്ടാവണമെന്നില്ലല്ലോ, മിക്സിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. ഇതെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് അതിൻ്റെ മുകളിൽ ഇടുക, അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറ് ഇടുന്നതാണ്. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ അടിയിലുള്ള ഫുഡ് വേസ്റ്റിന് ഓക്സിജൻ കിട്ടണമെങ്കിൽ ഒരു ഡ്രൈ മെറ്റീരിയൽ വേണം. പിന്നെ അതിലത്തെ വെള്ളം ക്യാച്ച് ചെയ്യണമെങ്കിലും ഇത് വേണം. അതിന് വേണ്ടി മാത്രം ഞങ്ങളൊരു ഡ്രൈ മെറ്റീരിയൽ ഇടുന്നു. വേറെ ഒന്നും ഞങ്ങളതിന് യൂസ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ യൂണിറ്റിന് വേറെ പ്രത്യേകതയുണ്ട്. സർവീസ് ഇല്ല, മെയിൻ്റനൻസ് ഇല്ല, ലിക്വിഡ് സിലറി ഉണ്ടാവില്ല. ലിക്വിഡ് സിലറി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് വെള്ളത്തോടു കൂടി ഇട്ടാൽ മാത്രമേ ലിക്വിഡ് സിലറി. ഞങ്ങളത് വെള്ളം കളഞ്ഞാലുള്ള ഒരു ഏർപ്പാട് ഒരു സിസ്റ്റത്തിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. അതിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ, ഒരു മെഷ് ബിൻ വെച്ച ഒരു ബക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഫുഡ് വേസ്റ്റ് കംപ്ലീറ്റ് ഇട്ട് വയ്ക്കുന്നു. കറികളൊക്കെ അതിൽ ഒഴിച്ച് വയ്ക്കാം.
അപ്പോൾ അതിൽ കുറച്ച് 2-3 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അത് ആ മെഷ് ബിന്നോടെ ബക്കറ്റിലേക്ക് പോയിക്കോളും. നമ്മൾ ആ മെഷ് ബിന്ന് എടുത്തിട്ട് യൂണിറ്റിൽ ഡംപ് ചെയ്താൽ മാത്രം മതി. എന്നാലും ഉണ്ടാവും വെള്ളം. ചോറും അതുകളൊക്കെ ആകുമ്പോൾ കട്ടിയായിട്ടുള്ള ജ്യൂസൊക്കെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവല്ലോ. അത് ക്യാച്ച് ചെയ്യാനാണ് ചകിരിച്ചോറ് ഫ്രഷായിട്ട് കുറച്ചിടുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് സ്ലറി ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് ഇല്ല യൂണിറ്റിന്. മാസത്തിലൊരിക്കൽ അടിയിലുള്ള ഒരു സ്റ്റീൽ ഡോർ ഉണ്ട്, തുറന്നു കഴിഞ്ഞാൽ ജൈവവളം നമുക്ക് എടുക്കാം. ഇതിൽ നമുക്ക് 1/2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഡിസ്പോസ് ചെയ്യാവുന്നുള്ളൂ. അത്രയും സിമ്പിളാണ് യൂണിറ്റിൽ. എന്തോരം സിമ്പിളാക്കാൻ പറ്റുന്നത് ഞങ്ങൾ അത്രയും സിമ്പിളൈസ് ചെയ്തിട്ടുണ്ട് ഈ യൂണിറ്റിൽ. അതാണ്. നമുക്ക് ഇതിന്റെ ഒരു ഡെമോ നമുക്കൊന്ന് കണ്ടാലോ? ഡെമോ കാണിച്ചാലോ? ഞാൻ വളരെ പഴക്കമുള്ള ഫുഡ് വേസ്റ്റ് സ്മെല്ലില്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ അതിന്റെ. അതിനു മുമ്പ് നമ്മുടെ ഇതിന്റെ തന്നെ പ്രോഡക്റ്റുകൾ വേറെ ഉണ്ടല്ലോ, അതൊന്ന് കാണിക്കാവോ? ഇതിൽ 4 മോഡലുകളാണ് ഇപ്പോൾ ഞങ്ങൾ റെഡിമെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ഡൊമസ്റ്റിക് മോഡൽ തന്നെ, വീടുകളിലേക്ക് ഉപയോഗിക്കാവുന്ന മോഡൽ. ഇതിൽ 5 ലിറ്റർ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും. അതേപോലെ ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് എന്ത് വരുന്നത് വീട്ടിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് വയ്ക്കുക. വെള്ളം അതിൽ പോയിക്കോളും. ഇട്ട് മൂടി തന്നെ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അളവ് വരെ 5 ലിറ്ററാണ് വരിക. 5 ലിറ്റർ നമുക്ക് ഇടാന്ന് പറഞ്ഞാൽ ഇതെല്ലാം 5 ലിറ്ററിൻ്റെ തന്നെയല്ലേ? അത് 5 ലിറ്ററിൻ്റെ ആണ്. എന്നുവെച്ചാൽ യൂണിറ്റ് ഹൈ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലൈഫ് മുഴുവൻ ഉപയോഗിക്കാന്നുള്ള ക്വാളിറ്റി നമ്മൾ ഇതിനിട്ടുണ്ട്. ഞങ്ങൾ പാറ്റന്റിന് ഫയൽ ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നല്ല, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ആണ്. ഇതിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ 304 ആണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള വരുന്നതും ഇതിൻ്റെ ടൂൾസ് വരെ പറഞ്ഞ 304 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ കാണാം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ അല്ലേ? മിഷൻ ഇതിനകത്തല്ലേ നമ്മൾ ഡെമോ കാണിച്ചു തരുന്നേ? ജസ്റ്റ് പാർട്ടികൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരുമോ? ത്രെഡാണ്, ഇതിങ്ങനെ തുറന്നാൽ അങ്ങനെ ഇടാം. ഇന്നലെ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ടുള്ള ഓൾറെഡി ഫുഡ് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്ന് നിങ്ങൾ ഇപ്പൊ സ്മെല്ലില്ല. അപ്പൊ ഇതില് ഒരു ഈച്ചയ്ക്ക് ഒന്നും ഒരു കൊതുവിന് പോലും കടക്കാൻ പറ്റില്ല. ഇതില് ബാക്ടീരിയക്ക് ഓക്സിജൻ കിട്ടാനുള്ള ഒരു എയറേഷൻ സിസ്റ്റം ആണ്. ഇതിലൊക്കെ ഇതേ സ്റ്റീലിന്റെ നെറ്റ് വെച്ചിട്ടുണ്ട്, ഒന്നും കിടക്കാൻ പറ്റില്ല. പിന്നെ ഇതിലൊക്കെ ഫുൾ എയർ ടൈറ്റ് ആണ്. ഇത് ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ റബ്ബർ ബീഡിങ് വെച്ചിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് അകത്തേക്ക് ഒരു ഈച്ച ഒന്നിനും കിടക്കാൻ പറ്റില്ല, വരാൻ പറ്റില്ല. നമ്മൾ ഫുഡ് വേസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒന്നിനും ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? ഇപ്പൊ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇപ്പോൾ ഞാൻ പഴക്കമുള്ള ഫുഡ് വേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ടൂളാണ് കേട്ടോ. ഇതൊക്കെ 4-5 ദിവസം പഴക്കമുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൽ സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഇല്ലാണ്ടാക്കി കാണിച്ചു തരണല്ലോ, അതുകൊണ്ട് ഞാൻ പഴയ ഫുഡ് വേസ്റ്റ് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ ഉള്ളിത്തോടുണ്ട്, മുട്ടത്തോടുണ്ട്, എല്ല്, മാങ്ങണ്ടി, ഇതൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിയിൽ ഇതിലും പഴക്കമുള്ളതാണ് ഇട്ടിട്ടുള്ളത്. പഴയ വേസ്റ്റുകളുണ്ട്. ഇതിന് പുറത്ത് മണമുണ്ട്. ഇത് മണമുണ്ട്. പക്ഷെ അകത്തേക്ക് വരുമ്പോൾ അത് ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ത്രെഡാണ്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ തുറക്കാം, ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ എടുക്കണോ ഇട്ടോ? എന്നിട്ട് ഇങ്ങനെ കാച്ച് ചെയ്യാം. നമുക്ക് കാച്ച് ചെയ്താൽ വെള്ളം എന്തെങ്കിലും അടിയിലേക്ക് പോയിക്കോളും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡംപ് ചെയ്യണം. നടുവിലിടാം. ഇത് അടച്ചതിന് ശേഷമാണോ അതോ? അത് ഇപ്പോൾ അത് ഒറിജിനലല്ല. ഇത് നമ്മൾ ഒന്ന് ലെവൽ ചെയ്യണമെന്ന് മാത്രം. ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതിന്റെ പുറത്ത് ഇതിടണ്ടേ? അതിന്റെ മുകളിൽ ഇപ്പോൾ ആ ഇട്ട അളവിൽ ഞങ്ങൾ കുറച്ചും കുറവില് ഞങ്ങൾ തരുന്ന ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് അത് ഇതിന്റെ മുകളിലിടണം. ഇട്ടു ചകിരിച്ചോറ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലേ? എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്യണു. അത് മൂടി ഒന്ന് ലെവൽ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് അടച്ചേക്കുന്നു കേട്ടോ. ഓക്കെ, ഫുൾ എയർടൈറ്റാണ്. ഇനി 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ഒരു സ്മെല്ലുണ്ടാവില്ല. നമ്മൾ ആ ഫുഡ് വേസ്റ്റ് ഗ്യാരണ്ടിയാണ്. ഇത് എത്ര ദിവസത്തിനുള്ളിൽ ഇത് ഡെയിലി നമുക്ക് ഇടാം. മാസത്തിൽ ഒരു തവണ അടിയിൽ നിന്ന് ജൈവവളം എടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ലോക്കാണ്. ഈ ലോക്ക് ജൈവവളം എടുക്കാൻ തുറക്കുമ്പോൾ ഈ ലോക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഊരി ഇവിടെ മാറ്റി വെക്കാം. ആ മുകളിൽ നിന്ന് ഇറങ്ങി വരാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, ഇത് ജൈവവളമാണ്. അപ്പം അതിലുള്ള
ഉള്ളതാണ്, സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പം അതിൻ്റെ ക്വാളിറ്റി ഞാൻ കണ്ടത്. ഓക്കെ. സ്ലറി ഇല്ലല്ലേ ഇതിന്? സ്ലറി ഉണ്ടാവില്ല, ലിക്വിഡ് സ്ലറി ഉണ്ടാവില്ല. വെറ്റായിട്ട് നമുക്ക് കിട്ടാം ജൈവവളം. അതുകൊണ്ട് നമ്മൾ വെള്ളം കളഞ്ഞിട്ടല്ലേ ഇടുന്നത്. അതെ അതെ അതെ. പിന്നെ ബാക്കിയുള്ള വെള്ളം അത് ക്യാച്ച് ചെയ്യണം. അതെ അതെ. അപ്പോൾ ഈ കണ്ടീഷനിലാണ് നമുക്ക് കിട്ടുക. അറിയാണ്ട് ആരെങ്കിലും ബക്കറ്റിൽ വെള്ളത്തോടു കൂടി ഇടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ അടിയിൽ വരിക, വെള്ളം വരിക. അത് അന്നൊന്നും വരില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരിക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബാക്കിലൊരു വാൽവ് ഉണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് പോയിക്കോളൂ. അത് എപ്പോഴും ലോക്കായിരിക്കും. ഓക്കെ. അത് എമർജൻസിക്ക് ഒരു വെച്ചേക്കണമെന്ന് മാത്രം. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ അല്ലേ? ഇത് നമുക്ക് തുറന്നു നോക്കിയാൽ സ്മെല്ല് കാണുമോ? ഇപ്പൊ ഞാൻ തുറന്നു കാണിച്ചു തരാം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുള്ളൂ. നിങ്ങളിത് നോക്കിക്കോ, എന്തെങ്കിലും സ്മെല്ലുണ്ടോ നോക്കി. ഇപ്പൊ അവിടെ ഇല്ല, സ്മെല്ലില്ല. കണ്ടീഷനിലാണ്. നാളെ ഇനി ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇടാം. ഇത് എത്ര ദിവസം കൂടുമ്പോഴേ അടിയിൽ നിന്ന് ഇത് എടുക്കേണ്ടത്? മാസത്തിലൊരു തവണ ഈ സ്ലറി ഇത് എടുക്കേണ്ടത്, ജൈവവളം എടുക്കുന്നത്. മാസത്തിലൊരു തവണ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇടുന്നവർക്ക് മാസത്തിലൊരു തവണ എടുക്കണ്ടോ. അപ്പൊ നമ്മൾ കുറവ് ഇടുന്നുണ്ടെങ്കിൽ 2 മാസമായാലും കുഴപ്പമൊന്നുമില്ല. വൈകും തോറും നല്ല ക്വാളിറ്റി ഉള്ള ജൈവവളമായിട്ട് കിട്ടും. നല്ല എത്ര നാൾ വൈകുന്നോ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടുള്ളൂ, കുഴപ്പമില്ല. ഇപ്പൊ ഗൾഫിൽ നിന്ന് പലരും മേടിച്ചുകൊണ്ടുണ്ട്, ഗൾഫിലുള്ള പാർട്ടികളെ. അപ്പൊ അവര് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 6 മാസം പിന്നെ ഉണ്ടാവില്ല. 6 മാസം കഴിഞ്ഞാലും നമുക്കൊരു പ്രോബ്ലം ഇല്ല. ഫുഡ് വേസ്റ്റ് പിറ്റേ ദിവസം ഇടാം. ബാക്ടീരിയയിൽ ഇൻബിൽട്ട് തന്നെയാണ്. അതുകൊണ്ട് വേറൊരു പ്രോബ്ലം. അത് ആ വേസ്റ്റ് മുഴുവൻ ഇല്ലാതെ ആയി തീരും. അവർക്ക് വേണ്ട ഫുഡ് അതിലെപ്പോഴും ഉണ്ടായിരിക്കും. അതാണ്. ഓക്കെ ഏട്ടാ, സന്തോഷം. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ പോരെ? വിളിച്ചാൽ മതി. ഓക്കെ.